ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വർഷം മോഡൽ IT എക്സാമിന് ഡാറ്റാബേസിൽ നിന്ന് വന്ന ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഒരു സ്കൂളിലെ വിവിധ ക്ലബ്ബ് അംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ സ്കൂൾ ക്ലബ്സ് .odb എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിലെ മെമ്പേഴ്സ് എന്ന ടേബിളിൽ നിന്നും സ്കൗട്ട് വിഭാഗത്തിലെ കുട്ടികളുടെ വിവരങ്ങൾ മാത്രം ലഭിക്കുന്നതിനുള്ള ക്വറി ലിബ്രിയോഫീസ് ബേസിലെ ക്വറീസ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. സൂചന ഇവിടെ തന്നിട്ടുണ്ട്. ക്വറി തയ്യാറാക്കുന്നതിനായി ക്വറീസിലെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്ന സങ്കേതം ഉപയോഗിക്കുക. വിസാർഡിലെ ഫീൽഡ് സെലക്ഷനിലുള്ള ടേബിൾസിൽ നിന്നും ടേബിൾ മെമ്പേഴ്സ് തിരഞ്ഞെടുക്കുക. ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ അതായത് ഫീൽഡ്സിലെ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലബ്ബ് എന്നിവയാണ് ഫീൽഡ്സിൽ ഉൾപ്പെടുത്തേണ്ടത്. സെർച്ച് കണ്ടീഷൻ മെമ്പേഴ്സ് ക്ലബ് ഈസ് ഈക്വൽ ടു സ്കൗട്ട് എന്ന് എഴുതി കൊടുക്കണം. മാറ്റം വരുത്തിയ ഫയൽ സേവ് ആസ് എന്ന രീതിയിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഈ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. എല്ലാ കുട്ടികൾക്കും ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. ഈ ഒരു ക്വറീസ് അല്ലെങ്കിൽ ടേബിൾസ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഫോംസ് ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾ വിചാരിക്കും ഭയങ്കര സംഭവം, ഇത് ഭയങ്കര വിഷമമുള്ള സംഭവമാണ്, അതൊന്നും നമുക്കൊന്നും പറ്റൂല എന്ന് വിചാരിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പാടും അത് ഒഴിവാക്കാൻ ചാൻസ് ഉള്ളതാണ് കുറേ കുട്ടികൾ. പക്ഷേ ഇത് ഏറ്റവും സിമ്പിൾ, ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കുട്ടികളെല്ലാവരും തന്നെ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് അതേപോലെ ചെയ്താൽ മാത്രം മതി. ഏറ്റവും സിമ്പിളായ ക്വസ്റ്റ്യനാണിത്. നോക്കാം നമുക്ക് ഫസ്റ്റ്. പിന്നെ ഇവിടെ ODB എന്നത് ലിബ്രിയോഫീസ് ബേസിൻ്റെ ഫയൽ ഫോർമാറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് തിയറി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലെ സ്കൂൾ ക്ലബ്സ് .odb എന്ന ഫയൽ തുറക്കാം. ഡാറ്റാബേസിൽ തുറക്കാം. പ്ലേസസ്, ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സ്, അതിൽ സ്കൂൾ ക്ലബ്ബ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലിബ്രിയോഫീസ് ബേസ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യും. ശ്രദ്ധിക്കുക, ഇവിടെ ടേബിൾസ് ഉണ്ട്, ക്വറീസ് ഉണ്ട്, ഫോംസ് ഉണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. കുട്ടികളെല്ലാവരും തന്നെ ഈ ഒരു ഐക്കൺ ശ്രദ്ധിക്കുക. ഡാറ്റാബേസിലെ ടേബിൾസിൻ്റെ ഐക്കൺ ശ്രദ്ധിക്കുക. ഇതാണ്, ഇത് ക്വറീസിൻ്റെ ഐക്കണാണ്, ഇത് ഫോംസ് ആണ്. അതായത് ഫോംസ് എന്നത് ഈ ടേബിൾസിലേക്കുള്ള വിവരങ്ങൾ ചേർക്കുന്നത് ഫോംസിലാണ്. ഈ ഫോംസിൽ ചേർക്കുന്ന വിവരങ്ങളാണ് ടേബിൾസിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ലിബ്രിയോഫീസ് ബേസിൽ വിവരങ്ങൾ ചേർക്കുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ തിയറി ക്വസ്റ്റ്യൻ ആണ്, ഫോംസ് ആണ് അതിൻ്റെ ആൻസർ. ആ ഫോംസിൽ ചേർക്കുന്ന വിവരങ്ങൾ ടേബിൾസിലേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ റിപ്പോർട്ട്സ്, എക്സാമിന് ചോദിക്കുന്ന ചോദ്യം ക്വറീസും റിപ്പോർട്ട്സും ആണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക തന്നെ വേണം. ക്വറീസ് എന്ന് പറയുമ്പം ഒന്നിനെയും മാത്രം വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്വറീസ് ഉപയോഗിക്കുന്നത്. ഇവിടെ ടേബിൾസ് നോക്കുക. അപ്പോൾ അതിലെ മെമ്പേഴ്സ്, അപ്പം JRC ക്ലബ്ബ് ഉണ്ട്, SPC ക്ലബ്ബ്, ഇങ്ങനെ ഓരോ ക്ലബ്ബ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിന്ന് JRCയെ മാത്രം വേർതിരിച്ചെടുക്കുക. അങ്ങനെയാണ് ക്വറീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര കുട്ടികളുണ്ട് JRCയിൽ എന്നും അങ്ങനെ എത്ര കുട്ടികളുണ്ട് SPCയിൽ എന്നും അതിനെ പ്രത്യേകം വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ക്വറീസ് എന്ന സങ്കേതം ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് നമ്മൾ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള സ്കൂൾ ക്ലബ്സ് .odb എന്ന ഫയല് ലിബ്രിയോഫീസ് ബേസിൽ തുറന്നു. ഇനി ക്വറി തയ്യാറാക്കുന്നതിനായി ക്വറീസിലെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്ന സങ്കേതം ഉപയോഗിക്കുക. ഫീൽഡുകൾ ഉൾപ്പെടുത്തേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അഡ്മിഷൻ നമ്പർ ഉൾപ്പെടുത്താൻ
നെയിം ക്ലബ്ബ്. അത്രയും നോക്കാം നമുക്ക്. ഫസ്റ്റ് ചെയ്യേണ്ടത് ക്വറീസ് തയ്യാറാക്കേണ്ടത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ടേബിൾസ് നോക്കിയേ വേണ്ട, ക്വറീസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറിയിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്വറീസ് തയ്യാറാക്കാൻ പറഞ്ഞാൽ ക്വറീസിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടേബിൾസിൽ മെമ്പേഴ്സ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മെമ്പേഴ്സ് സെലക്ട് ചെയ്തു. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ഇവിടെ ടേബിൾസിൽ നിന്നും ടേബിൾ മെമ്പേഴ്സ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ ഫീൽഡുകൾ അഡ്മിഷൻ നമ്പറും നെയിമും ക്ലബ്ബും. അഡ്മിഷൻ നമ്പർ നെയിം ക്ലബ്ബ് ഇവിടെ കൊടുത്ത അതേപോലെ ചെയ്താൽ മതി. അഡ്മിഷൻ നമ്പർ ക്ലിക്ക് ചെയ്യുക, നെയിം പിന്നെ ക്ലബ്ബ്, ഇത്രയാണ് ഉൾപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ അതിന് മുന്നേ ഇവിടെ സെർച്ച് കണ്ടീഷൻ ഉണ്ട്. നെക്സ്റ്റ് അടിക്കുക, നെക്സ്റ്റ് അടിക്കുക. ഈ മൂന്നാമത് വരുന്ന ഈ സെർച്ച് കണ്ടീഷൻസിലാണ് പിന്നീട് മാറ്റം വരുത്തേണ്ടത്. ഫീൽഡ്സിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാകും, ശ്രദ്ധിക്കുക. ഇവിടെ സെർച്ച് കണ്ടീഷൻ കൊടുക്കേണ്ടത് എന്താണെന്ന് മെമ്പേഴ്സ് ക്ലബ്ബ് ഈസ് ഈക്വൽ ടു JRC. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം JRC എന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ തന്നെ കൊടുക്കണം. മെമ്പേഴ്സ് ക്ലബ്ബ് ഈസ് ഈക്വൽ ടു അവിടെ ഉണ്ടാകും. ടൈപ്പ് ചെയ്യേണ്ട JRC എന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കണം. അത് കുട്ടികളെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ മെമ്പേഴ്സ് ക്ലബ്ബ് ഈസ് ഈക്വൽ ടു അവിടെ ഉണ്ട്. ഇവിടുന്ന് സെലക്ട് ചെയ്യുക മെമ്പേഴ്സ് ക്ലബ്ബ് എന്ന്. ഇവിടെ കൊടുക്കേണ്ടത് എന്താണ്? JRC, ക്യാപിറ്റൽ ലെറ്ററാണ് JRC. അപ്പോൾ JRC കുട്ടികളുടെ വിവരങ്ങൾ മാത്രം നമുക്ക് ലഭിക്കും. നെക്സ്റ്റ് അടിക്കുക, നെക്സ്റ്റ്, വീണ്ടും നെക്സ്റ്റ്, ഫിനിഷ് അടിക്കുക. അപ്പോൾ കണ്ടോ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലബ്ബ്, ഇത്രയും കുട്ടികളാണ് JRCയിലുള്ളത്. അതിനുശേഷം ഇവിടെ സേവ് ചെയ്യേണ്ട നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ക്വറീസ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ സേവ് ചെയ്യേണ്ടത് ഫയൽ സേവ് ആസ്. നമ്മൾ ആനുവൽ IT എക്സാമിന് ഇവിടെ ആനുവൽ IT എക്സാം ആയിരിക്കും ഉണ്ടാവുക. എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ എത്തണം, എങ്കിൽ മാത്രമേ എക്സാം 10 പേസ്റ്റ് ആവുകയുള്ളൂ, സേവ് ആവുകയുള്ളൂ. ഇനി ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ സേവ് ബട്ടൺ പ്രസ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു പ്രവർത്തനം കൂടെ നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് ഇത് അതേപോലെ തന്നെ സ്കൗട്ടിലുള്ള കുട്ടികളുടെ വിവരങ്ങൾ മാത്രം നമുക്ക് ഈ ഒരു ക്വറീസ് സങ്കേതം ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഒരു സ്കൂളിലെ വിവിധ ക്ലബ്ബ് അംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ സ്കൂൾ ക്ലബ്ബ് .odb എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിലെ മെമ്പേഴ്സ് എന്ന ടേബിളിൽ നിന്നും സ്കൗട്ട് വിഭാഗത്തിലെ കുട്ടികളുടെ വിവരങ്ങൾ മാത്രം ലഭിക്കുന്നതിനുള്ള ക്വറി ലിബ്രെഓഫീസ് ബേസിലെ ക്വറീസ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. സൂചന ഇവിടെ തന്നിട്ടുണ്ട്. ക്വറി തയ്യാറാക്കുന്നതിനായി ക്വറീസിലെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്ന സങ്കേതം ഉപയോഗിക്കുക. വിസാർഡിലെ ഫീൽഡ് സെലക്ഷനിലുള്ള ടേബിൾസിൽ നിന്നും ടേബിൾ മെമ്പേഴ്സ് സെലക്ട് ചെയ്യുക. ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലബ്ബ്. സെർച്ച് കണ്ടീഷൻസിൽ മെമ്പേഴ്സ് ക്ലബ്ബ് ഈസ് ഈക്വൽ ടു സ്കൗട്ട്. നേരത്തെ പറഞ്ഞത് JRC ആണ്, ഇവിടെ സ്കൗട്ടാണ്. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലബ്ബ്. പിന്നെ സെർച്ച് കണ്ടീഷൻസിലെ മെമ്പേഴ്സ് ക്ലബ്ബ് ഈസ് ഈക്വൽ ടു സ്കൗട്ട്. ഇവിടെ സ്കൗട്ടിൽ SC എന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, സ്മോൾ ലെറ്റർ ആയാലും ലഭിക്കില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാപിറ്റലും സ്മോൾ ലെറ്ററും. മാറ്റം വരുത്തിയ ഫയൽ സേവാസ് എന്ന രീതിയിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുവാനും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം ചെയ്യുക. എങ്ങനെയാണെന്ന് നോക്കാം.
നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ മക്കൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് തന്നെ ചെയ്യണം. ദയവച്ച് ഏറ്റവും എളുപ്പമില്ല ക്വസ്റ്റ്യനാണിത്. പ്ലേസസ് ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ സ്കൂൾ ക്ലബ്ബ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലിബർ ഓഫീസ് ബേസ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ലിബർ ഓഫീസ് ബേസിൻ്റെ ഫയൽ ഫോർമാറ്റ് .odb ആണ് എന്ന് മനസ്സിലാക്കുക. DBMSൻ്റെ പൂർണ്ണരൂപം ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇനി നോക്കാം നമുക്ക്. ക്വറീസിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. നേരത്തെ ചെയ്ത അതേപോലെ ക്വറീസ് കഴിഞ്ഞാൽ യൂസ് ആഡ് ടു ക്രിയേറ്റ് ക്വറി. ഇവിടെ ടേബിൾസിൽ നിന്നും മെമ്പേഴ്സാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി മെമ്പേഴ്സ് തന്നെയാണുള്ളത്. ഇനി അഡ്മിഷൻ നമ്പർ ഫീൽഡ് ഇൻ ദി ക്വറിയിലേക്ക് മാറ്റാം. അഡ്മിഷൻ നമ്പർ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അഡ്മിഷൻ നമ്പർ നെയിം ക്ലബ്ബ്, നെയിം ക്ലബ്ബ്. നെക്സ്റ്റ് അടിക്കുക. സെർച്ച് കണ്ടീഷൻസിലാണ് മാറ്റം വരുത്തേണ്ടത്. ഇവിടെ സെർച്ച് കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. സെർച്ച് കണ്ടീഷൻസ് മെമ്പേഴ്സ് ക്ലബ്ബ് ഈസ് ഈക്വൽ ടു ഇവിടെ മെമ്പേഴ്സ് ക്ലബ്ബ് ഈസ് ഈക്വൽ ടു വാല്യൂ കൊടുക്കേണ്ടത് സ്കൗട്ട് എന്നതാണ്. മെമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ഇവിടെ സ്കൗട്ട് എസ് ക്യാപിറ്റലായിരിക്കണം. സ്കൗട്ട് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് ഫിനിഷ്. അപ്പോഴേ സ്കൗട്ടിലുള്ള കുട്ടികളുടെ വിവരങ്ങൾ മാത്രം നമുക്ക് ലഭിച്ചു. ഇങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യേണ്ടത്. ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് മോഡൽ IT എക്സാം 10 രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ് 7 എന്ന് കൊടുക്കുക. അതിനുശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇത്രയാണ് ഇതിലുള്ളത്. എല്ലാ കുട്ടികളും ഇത്ര സിമ്പിളായ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി പഠിച്ച് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.